യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് മണ്ണുത്തി വടക്കുംചേരി ദേശീയപാത നിർമ്മാണം നടക്കുന്നത് എന്നായിരുന്നു ഹൈക്കോടതി ചുമതലപ്പെടുത്തിയ അഡ്വക്കേറ്റ് കമ്മീഷണർ കെ.ആർ. സുനിലിന്റെ കണ്ടെത്തൽ. റോഡ് നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ബാരിക്കേഡുകളോ വാഹനം ഓടിക്കുന്നവർക്കായി പ്രദർശിപ്പിക്കുന്ന സൂചനാ ബോർഡുകളോ റിഫ്ലക്ടറുകളോ സ്ഥാപിച്ചിട്ടില്ലെന്ന് കമ്മീഷൻ കണ്ടെത്തി. നിർമ്മാണം നടക്കുന്ന ഫ്ളൈ ഓവറുകൾക്ക് അടിയിലും സുരക്ഷ ഒരുക്കിയിട്ടില്ല. സമീപത്തൊരുക്കിയ താൽക്കാലിക റോഡിൽ ട്രാഫിക് നിയന്ത്രിക്കാൻ ആളില്ലാതിരുന്നതിനാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതായും റിപ്പോർട്ടിൽ പറയുന്നു. കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ വേണ്ട സംവിധാനം ഒരുക്കിയിട്ടില്ല. കരാർ കമ്പനി നിർമ്മിച്ച അഴുക്കുചാലിന് മുകളിൽ സ്ലാബ് സ്ഥാപിക്കാത്തത് കാൽനട യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുന്നു. അശാസ്ത്രീയമായ നിർമ്മാണം കാരണം റോഡിന്റെ അലൈൻമെന്റ് ഉയർന്നതിനാൽ ഇരുവശത്തുമുള്ള വീടുകളിൽ വെള്ളക്കെട്ടുണ്ടാകുന്നുണ്ട്. നിർമ്മാണ പ്രവൃത്തികൾ കാരണം സമീപത്തെ വീടുകളിലേക്കുള്ള കുടിവെള്ള വൈദ്യുതി കണക്ഷനുകൾ മുടങ്ങിയിരുന്നു. ഈ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിക്കുന്നു. നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ ബസ്സുകളുടെയും വലിയ വാഹനങ്ങളുടെയും അമിത വേഗതയിലുള്ള ഓട്ടം നിയന്ത്രിക്കാൻ സംവിധാനമൊരുക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്താണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.